ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പിൻ്റെ വീഡിയോ തന്നെയാണ്. അത് ഓൾറെഡി മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എഡിറ്റിങ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു, വിഷു കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷേ വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് തിരക്കായി, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു ക്ലാസ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഞങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാരണം ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് അത്ര ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നില്ല. ഇന്ന് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഉണ്ടായിരുന്നില്ല അടുക്കളയിൽ. ഇന്ന് നമുക്ക് ഒരു നറുനീണ്ടി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അതാണ് ഇപ്പം ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നോമ്പ് തുടങ്ങിയപ്പോൾ വാങ്ങി കൊണ്ടുവന്ന് വെച്ചതായിരുന്നു സർബത്ത്. അപ്പോൾ അത് കയ്യിലുണ്ടായിരുന്നു. പിന്നെ പാൽ ഓൾറെഡി എപ്പോഴും നമ്മളിപ്പോൾ ഈ ഒരു നോമ്പ് സമയത്ത് എപ്പോഴും ഒരു പാക്കറ്റ് പാൽ അല്ലാത്തപ്പോഴും നമ്മൾ വാങ്ങി വയ്ക്കും. നോമ്പാകുമ്പോൾ എപ്പോഴും ജ്യൂസ് അടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ അത് റെയിൻബോ നന്നാരിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു നന്നാരിയാണ്. അപ്പോൾ അതിൽ കുറച്ച് ബൂസ്റ്റ് ഇടുന്നുണ്ട്. ബൂസ്റ്റും പാലും മറ്റേ നന്നാരിയും കൂടിയിട്ട് ഇട്ടിട്ട് മിക്സിയിൽ അടിക്കുക. നന്നായിട്ട് അടിച്ച് നല്ല തിക്കായിട്ട് വരും. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫുള്ള് സർബത്തല്ല, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു വെച്ചാൽ കുറച്ച് തിക്കായിട്ട് വരും. ആ കുറച്ച് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വെള്ളിയങ്കല്ലിലേക്കൊക്കെ പോകുമ്പോൾ അധികം കുടിക്കാറുണ്ടത്. ഇതിൽ കസ്കസ ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ. കസ്കസ നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത്. നമ്മളിതുപോലെ കഴിഞ്ഞതിന് ശേഷം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ബൂസ്റ്റ് ഇടണം. അങ്ങനെയാണ് നമ്മൾ കുടിക്കാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മോൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഹസ്ബൻഡിനും എനിക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് നറുനീണ്ടി. ഇതിന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ അങ്ങനെയാണ് പറയാറ്. പാൽ സർബത്ത് എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. സംഭവം അതുതന്നെയാണ്. ഇവിടെ ഒരു വെറൈറ്റി പേരാക്കി ഇട്ടിരിക്കണമെന്ന് മാത്രം. പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട്. ഇന്ന് ഫുഡ് സ്നാക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള താത്ത ഫുഡ് കൊണ്ടുവന്ന് തരാമെന്ന് പള്ളിക്ക്, ഞങ്ങളുടെ ഇവിടുത്തെ മേഴത്തൂർ പള്ളിയിൽ എന്തൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പത്തിരിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് പത്തിരിയും ഒക്കെ നമുക്ക് ബീഫും കൂടിയിട്ട് നമുക്ക് വീട്ടിലോട്ട് തന്നയക്കും. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ താത്തേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട, ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിനും അത് തന്നെ ഉണ്ടോ. ഈ ഒരു ദിവസം എനിക്ക് പള്ളിക്കത്തെ ഫുഡ് കൊണ്ടുവന്ന് തന്നിരുന്നു. എനിക്കിഷ്ടമാണ് പള്ളിക്കലെ ഫുഡ് കഴിക്കാൻ. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഫുഡ് പോലെ നമ്മൾ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന വയ്ക്കുമല്ലോ, ആ ഒരു സദ്യക്ക്, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മൾ വേറെ എവിടെ നിന്നും അങ്ങനെ കഴിക്കാറില്ല. അതിന് പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ മുളക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് മിക്സ് ചെയ്യായിരുന്നു. മറ്റേ ബജ്ജിമാവും കടലമാവും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ 2 മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോഴുള്ള മുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കാല് വെച്ചിട്ടാണ് വാങ്ങാറ് കൂടുതൽ. കാരണം ഒരെണ്ണയൊക്കെ ആവശ്യമുണ്ടാവുള്ളൂ. പിന്നെ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വാടിയ പോലെ ആവാറുണ്ട്. കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഉള്ളി ബജ്ജിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് താത്താക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, താത്താക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കായ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കായ ബജ്ജി ആയിട്ടല്ല വരുന്നത്, അല്ല ഉള്ളി ബജ്ജി ആയിട്ടല്ല വരുന്നത്. അത് ഒരു ഉള്ളി വട പോലെ അങ്ങനെ പിച്ചി ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു ബ്രൗൺ കളർ വരെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ടിഷ്യൂ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, ടിഷ്യൂലിടുന്നത്. അപ്പോൾ എണ്ണയൊക്കെ അത്രയും അത് നന്നായിട്ട് വലിച്ചെടുക്കും. ഞാൻ മാക്സിമം എണ്ണ കളഞ്ഞിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് എരിവൊക്കെ ഉള്ളൊരു മുളക് വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒരു മുളകിൻ്റെ പകുതി കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അടിവശമാണ് ഞാൻ കഴിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കി ഒരുവിധം സെറ്റായി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു അതിലോട്ട് കുറച്ച് ഉള്ളിയുടെ ബജ്ജി ജസ്റ്റ് ഒന്നിങ്ങനെ, ആ ഒരു മാവ് ഇനി മുക്കാനുള്ളതില്ല. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത ഉള്ളി ലാസ്റ്റുള്ളത് അങ്ങോട്ട് കുഴച്ച് കൊടുത്തിട്ട് നമ്മൾ പൊക്കവട പോലെ അങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ ലാസ്റ്റത്തെ.
അങ്ങനെ ഇവിടെ അങ്ങനെ എൻ്റെ എണ്ണക്കടി വേറെ ആരും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അതും നല്ല ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അതങ്ങ് കോരിയെടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ അത്യാവശ്യം ആയിട്ടുണ്ട്. എനിക്ക് ബ്രൗൺ കളറാവണം എല്ലാ സംഭവങ്ങളും. കുറച്ച് ബ്രൗൺ ആയാലാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ അപ്പോൾ അതങ്ങോട്ട് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ രാവിലെ ഇവർക്ക് ഹസ്ബൻഡ് മോൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ പിന്നെ ചോറ് ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴേക്കും ഹസ്ബൻഡിനും പിന്നെ മോൾക്കുള്ളതാണ് രാവിലെ വെക്കാറ്. അവർക്ക് ചോറും കൂട്ടാനും ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കണം. പിന്നെ ചായ കടി അത് വേറെ റെഡിയാക്കണം. അങ്ങനെയൊക്കെ അവർക്ക് ക്ലാസ്സിന് പോകുമ്പോഴേക്കും ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും നമ്മളിതൊക്കെ റെഡിയാക്കി വെക്കണം. ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴേക്കും 8 മണിക്ക് പോകും. അപ്പോൾ ഹസ്ബൻഡിനുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും. രാത്രി ഇവിടെ ആരും അങ്ങനെ ചോറ് കഴിക്കില്ല കേട്ടോ. നോമ്പ് സമയം ആയതുകൊണ്ടല്ല, പൊതുവെ ഇവിടെ പലഹാരം തന്നെയാണ് ഉണ്ടാക്കാറ്. നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കും. പിന്നെ നമ്മൾ ചൂടോടെ തന്നെ വൈകുന്നേരം ഉണ്ടാക്കാറാണ് ചെയ്യാറ്. എന്നിട്ട് വൈകുന്നേരം അങ്ങനെ കഴിക്കും. വാട്ടർമെലനും പൊക്കവടയും മുളക് ബജിയും ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ വാട്ടർമെലൻ അത്ര കളറില്ല, അതിനും കുഴപ്പമില്ല. നോമ്പ് സമയത്ത് വാട്ടർമെലൻ കഴിക്കുന്നത് നല്ലതാണ്. കാരണം വെള്ളം ഒരുപാടുള്ളൊരു ഫ്രൂട്ടാണല്ലോ. അങ്ങനെ ഞാൻ വെള്ളം മാക്സിമം കുടിക്കാതിരിക്കുക കേട്ടോ. കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറ് നിറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താത്ത എനിക്ക് പത്തിരിയും ബീഫും കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് കഴിച്ചു. പിന്നെ ചോറൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ. ചോറ് കഴിക്കാറില്ല. ഈ നോമ്പറക്കുന്ന ഈ ഒരു സമയത്ത് കഴിക്കുന്ന ഈ ഫുഡ് തന്നെ കഴിക്കാറുള്ളൂ. പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കും. അല്ലാതെ ഞാനൊന്നും കഴിക്കാറില്ല. അത്താഴത്തിന് എണീറ്റ് വെള്ളം കുടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ കിടക്കും. അല്ലാതെ ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഫുഡ് മാത്രമാണ് കഴിക്കാറുള്ളത്. ഒരു നേരമാണ് ഒരു ദിവസം കഴിക്കാറുള്ളത്. അത് നോമ്പ് മുറിക്കുന്ന സമയത്ത് മാത്രം. അല്ലാതെ അത്താഴത്തിനൊന്നും എണീക്കാറില്ല. അതങ്ങ് ശീലമായപ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ 22 നോമ്പാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. അത്രയും എടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യണം. കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.